ദുരന്തമുണ്ടായ പ്രദേശത്തെക്കുറിച്ച് പഠനം നടത്തിയ ആളുകൾ ഇപ്പോൾ ജിയോളജി വകുപ്പൊക്കെ പുറത്തു വിടുന്നത് അവിടെ അങ്ങനെ ഒരു ദുരന്തബാധിത പ്രദേശമായിരുന്നില്ല, അത്ര ലോലപ്രദേശമായിരുന്നില്ല കണക്കിൽ നാം എന്നങ്ങനെ ഭയപ്പെടേണ്ട ആശങ്കയുള്ള സ്ഥലമായിരുന്നില്ല. പിന്നെ എങ്ങനെ പൊട്ടി എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ ഇതിനോടൊപ്പം ഈ ശാസ്ത്രത്തിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, ആത്മീയമായി വല്ല കാരണങ്ങളുണ്ട് ഏതൊന്നിലും. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫ. സഹോദരങ്ങളെ, സഹോദരിമാരെ, സൂറത്ത് ഇസ്രായിലെ 59-ാമത്തെ വചനം. ആദിമ മനുഷ്യർ ഗുഹകളിലും മരപ്പൊത്തുകളിലുമൊക്കെ താമസിച്ചിരുന്നു എന്നും അവർ കായ്ക്കനികളും ചോലയിലെ വെള്ളവും കുടിച്ചിരുന്നുവെന്നും ഇലകളും തൊലികളും നഗ്നത മറക്കാൻ ഉപയോഗിച്ചിരുന്നു എന്നുമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വായിച്ച അറിവാണ്. നമ്മളൊക്കെ കാർഷിക വിപ്ലവം വഴിമാറി വ്യാവസായിക വിപ്ലവത്തിൻ്റെ സന്താനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി സൗകര്യങ്ങളിലൂടെയാണ് നമ്മളൊക്കെ ജനിച്ചു വളർന്നത്. അതിൽ ടെക്നോളജിയുടെയും സാങ്കേതിക വിദ്യയുടെയൊക്കെ ഒരുപാട് കുതിച്ചു ചാട്ടത്തിന് സാക്ഷിയായവരാണ് നമ്മളൊക്കെ. മനുഷ്യൻ IT രംഗത്ത്, ആരോഗ്യരംഗത്ത്, ഗതാഗത രംഗത്തൊക്കെ വലിയ മുന്നേറ്റങ്ങളാണ്. അപ്പോൾ മനുഷ്യൻ്റെ ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള മികവുകൾ ആസ്വദിച്ച് ജീവിച്ചപ്പോൾ അതിനനുസരിച്ച് മതബോധവും ബോധ്യവും ഇല്ലാത്ത ആളുകൾ വന്നപ്പോൾ അവർക്ക് തോന്നി അവരുടെ കഴിവിൽ അഹങ്കരിക്കുകയും ഇനി നമ്മൾ തന്നെ മതി, ദൈവം മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആളുകൾ വരെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോഴും ഈ പ്രകൃതി ദുരന്തങ്ങൾക്കിടയിൽ ദൈവം എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്, എന്തിനാണ് പാവങ്ങളെയൊക്കെ ഇങ്ങനെ ഈ രൂപത്തിൽ ഭത്സിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ഒരു പരിസരത്തിരുന്നു കൊണ്ടാണ് ഖുർആനിൻ്റെ ചില ചിന്തകൾ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത്. ഭൂമിയിൽ നമുക്കറിയാം, രോഗം, മരണം, വാർദ്ധക്യം, പ്രസവം, പരീക്ഷ, ഇതൊക്കെ ഓരോ നിലക്ക് ബുദ്ധിമുട്ടുകളാണ്. ആ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഏറെ ആസ്വാദ്യകരമാക്കുന്നത്. അതുപോലെ ജീവിക്കുമ്പോൾ അള്ളാഹ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ടല്ലോ, അഹസിബൻ നാസു അൻ യുത്രകു അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ. സൂറത്ത് അങ്കബൂത്ത്. ഒരു പരീക്ഷണമൊന്നുമില്ലാതെ, ഒരു പ്രതിസന്ധിയും ഇല്ലാതെ വിശ്വാസികളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളങ്ങ് വെറുതെ വിട്ടേക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മറിച്ച് യഥാർത്ഥ വിശ്വാസികൾ ആരാണ്, കള്ളം പറയുന്നവരാരാണ് എന്ന് വേർതിരിച്ചറിയാൻ ഇരുമ്പ് തച്ച് പഴുപ്പിച്ച് പാകപ്പെടുത്തിയെടുക്കുമ്പോഴാണ് അതിന് കൂടുതൽ ദൃഢത വരുന്നത്. പരീക്ഷണങ്ങളിലൂടെ വിജയിച്ച് സ്ഫുടം ചെയ്ത ഈമാനിനാണ് കൂടുതൽ ഫലമുണ്ടാകുന്നത്. അത് ഇപ്പോൾ സാധാരണഗതിയിൽ ഖുർആൻ നമ്മൾ വായിക്കുമ്പോൾ 4 അവസ്ഥകളിലാണ് ഇത്തരം പ്രതിഭാസങ്ങൾ ഉണ്ടാവുക. ഒന്ന്, ഒരു ഫിത്തനയായിട്ട്. മറ്റൊന്ന് ബലാ ആയിട്ട്. ഫിത്തനക്ക് പകരം അദാബ് എന്നും വേണമെങ്കിൽ പറയാം. മറ്റൊന്ന് അദാബുൽ അദ്ന, വലിയൊരു ശിക്ഷയുടെ മുന്നോടിയായി
വരുന്ന ചെറിയ പരീക്ഷണങ്ങൾ. ഇതിലേതാണ് ഏത് സമയത്ത് പ്രത്യക്ഷപ്പെടുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അത് വിലയിരുത്തേണ്ടവരും നമ്മളല്ല. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു ദുരന്തമുണ്ടായാൽ അത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് എന്ന് പറയാൻ നമുക്ക് രേഖയില്ല എന്നർത്ഥം. ബലാഹുകൾ ആർക്കും വരാം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചിരിക്കുമ്പോഴാണ് മക്കളിൽ 2 ആളുകൾ തമ്മിൽ പ്രശ്നമുണ്ടായി ഒരു മകൻ മറ്റൊരു മകനെ കല്ലുകൊണ്ട് അടിച്ചു കൊല്ലുന്നത്. ഒരു വാപ്പക്ക് സഹിക്കുക, നബി എന്നുള്ള വിധാനങ്ങൾ വിടി. ഇപ്പം നമ്മളെ നാട്ടിലെ സാദാ സീദാ നടക്കുന്നൊരു വാപ്പാൻ്റെ 2 മക്കൾ പ്രശ്നം ഉണ്ടായിട്ടൊരു മകൻ മറ്റൊരു മകൻ, അതിൻ്റെ പോലീസ് കേസും പ്രശ്നമൊന്നുമല്ല ഞാൻ പറയുന്നത് കേട്ടോ. ആ വാപ്പ അന്ന് രാത്രി അനുഭവിക്കുന്ന ടെൻഷൻ ആലോചിച്ച് നോക്കി നിങ്ങൾ. പോറ്റി വളർത്തിയ മകൻ മറ്റൊരു മകനും തമ്മിൽ ശണ്ട കൂടിയിട്ട് ജീവൻ കളയുക എന്ന് പറഞ്ഞ അവസ്ഥ. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിക്കുമ്പോൾ മകൻ ചെന്നായ പിടിച്ചു എന്ന് മറ്റു മക്കൾ കരഞ്ഞുകൊണ്ട് പിതാവിൻ്റെ അടുത്ത് വന്ന് പറയുന്ന രംഗം ഖുർആൻ പറയുന്നുണ്ട്. ഇശാ യബ്കൂൻ. പിന്നെ മറ്റൊരു മകനും നഷ്ടപ്പെടുന്നു. പിന്നെ ഒരു മകനെ കാണാനില്ലാതെ അവൻ അവിടെ തന്നെ താമസിക്കുന്നു. ആ മക്കളുടെ പരീക്ഷണത്തിൽ ആ വാപ്പ കണ്ണുകൾക്ക് തിമിരം ബാധിച്ചു പോയി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ വാപ്പ അനുഭവിച്ചത് ആ പരീക്ഷണം ഏതിൽപ്പെടും? അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രോഗം ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും ആയത്തേക്കൊന്നും പോകുന്നില്ല. അന്നീ മസ്സനി അദ്ദുർറു, എനിക്കൊരു ദുരിതം ബാധിച്ചു എന്ന് അവസാനം പറയുന്നൊരു വാക്കുണ്ട്. വർഷങ്ങളോളം അത് സഹിച്ചിട്ട്. അപ്പോൾ ബലാ നബിമാർക്ക് വരാം, ആർക്കും വരാം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടുന്നൊരു സംഗതി, ഈ ഭൂമി ഏറെ വശ്യമനോഹരമാണ്. അലം നജ്അലിൽ അർള മിഹാദൻ. അതിന് ബാലൻസ് ചെയ്യാൻ വേണ്ടി വൽ ജിബാല ഔതാദൻ. പിന്നെ അള്ളാഹ് പറഞ്ഞു അല്ലാഹുല്ലദി ജഅലലക്കുമുൽ അർള ഖറാറൻ, വാസയോഗ്യമാക്കി തന്നു. ആ ഭൂമിയെ തന്നെ അള്ളാഹു സൂചിപ്പിച്ചു. സൂറത്ത് കഹ്ഫിലെത്തിയപ്പോൾ അള്ളാഹു പറയുന്നുണ്ടല്ലോ, ഏത് അതിൻ്റെ ആ അവസ്ഥകൾ വിശദീകരിച്ചതിന് ശേഷം അള്ളാഹ് പറയുന്നുണ്ട്, ഭൂമിയെ നിങ്ങൾക്ക് നാം സൗകര്യപ്പെടുത്തി തന്നു എന്ന് പറഞ്ഞിട്ട് സീനത്തൻ, അലങ്കാരമാക്കി തന്നു, ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് വ ഇന്നാല ജാഇലൂന മാ അലൈഹാ സഈദൻ ജുർസ. പിന്നെ അത് വരണ്ട ഊശര ഭൂമിയാക്കി മാറ്റുന്നതിനെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ സൗന്ദര്യം ഈ മലകളും പുഴകളും ആറുകളും പാറകളും ഒക്കെ അള്ള ഉണ്ടാക്കിയതാണ്. അള്ളാഹ്ക്ക് വേണമെങ്കിൽ ഒരു ഇൻഡോർ സ്റ്റേഡിയം മാതിരി ഭൂമി ആദ്യം തന്നെ ഉണ്ടാക്കാമല്ലോ. നല്ല നിരന്ന് എല്ലാവർക്കും വീടുണ്ടാക്കാം. 10 സെൻറ്റിന് തടസ്സമില്ലാത്ത രൂപത്തിൽ ആർക്കും വളരെ എളുപ്പത്തിൽ സൗകര്യമാക്കി ഉണ്ടാക്കാം. പക്ഷെ അള്ള ഉണ്ടാക്കിയത് ഇങ്ങനെയാണ്. എന്നിട്ട് അള്ള പറഞ്ഞു അല്ലാത്തത്ത് ഔ ഫിൽ മീസാൻ. ഇവിടെ ഒരു ബാലൻസിങ് ഉണ്ട്, അള്ള ഉണ്ടാക്കിയൊരു ബാലൻസ്. അത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പരിധി ലംഘിക്കാൻ പാടില്ല എന്നും പറഞ്ഞു. അതിന് ഖുർആൻ തെളിവ് ധരിക്കുന്നുണ്ട്. ഏത്? മനുഷ്യ കരങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ലഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹർ ബിമാ കസബത്ത് ഐദിന്നാസ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്, നമ്മളൊരു മുൻവിധി വെക്കരുത്. ഒരു പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടാവുമ്പോൾ അത് ഇന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ ചില തെളിവുകൾ പറയാം. പക്ഷേ ഖുർആൻ പറഞ്ഞ വിപത്തുകളിൽ ഏറ്റവും കൂടുതൽ ശിക്ഷയായിട്ട് തന്നെയാണ് വന്നത് എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വരൂ എന്നില്ല ഖുർആൻ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഫിർഔൻ
റംസീസ് രണ്ടാമൻ ഞാൻ റബ്ബാണ് എന്ന ആളുകളോട് പറയുന്ന ധാർഷ്ട്യം പ്രകടിപ്പിച്ച മനുഷ്യനാണ്. അപ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, അങ്ങനെ ചെയ്ത കാരണത്താൽ ഇത്തരത്തിലുള്ള ധാർഷ്ട്യം പ്രകടിപ്പിച്ചപ്പോൾ നിസാരനാണ്, ദൈവം അല്ല എന്ന് മാത്രമല്ല വളരെ നിസാരനാണ് മനുഷ്യനെന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹു ചെയ്തിട്ടുള്ളത് അവർക്ക് മേൽ ഒരു ചെറിയ ശിക്ഷ എന്നുള്ള നിലക്ക് ഖുർആൻ പറഞ്ഞ തൂഫാൻ, ജറാദ്, കുമ്മൽ, ലഫാദ്, ദമ്. നിങ്ങൾ അറിയുന്ന ആളുകൾ സെർച്ച് ചെയ്തിട്ട് ഈ ആയത്തിൻ്റെ തഫ്സീർ തബിരി ഒന്ന് വായിച്ചാൽ ഇമാം തബിരി അത് വിശദീകരിക്കുന്നത്, ഫിറൗന് വന്നത് നൈൽ നദി അന്നും ഇന്നും ഈജിപ്തിൻ്റെ ദാനം എന്ന് പറയുന്ന സമ്പന്നതയെ നിയന്ത്രിച്ചത് നൈൽ നദിയാണ്. രണ്ട് കരയിലും സമൃദ്ധമായി ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക മേഖല. ആ ഈജിപ്തിൽ തൂഫാൻ വന്നിട്ട്, പ്രളയം വന്നിട്ട് സാമ്പത്തികമായി തകർന്നു പോയി. അപ്പോൾ അവിടുത്തെ ആളുകൾ മൂസ നബിയോട് വന്നിട്ട് പറഞ്ഞു, മൂസേ, ഈ പ്രളയത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി തന്നാൽ നീ നിൻ്റെ റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കുക. സൂറത്ത് ആറാഫ് 130 പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ തൂഫാനിൽ നിന്ന് ലനുഅ്മിനന്ന ലക എന്നാണ്, ഇതാണ്ട് ഒഴിവായി തന്നാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കും. അപ്പോൾ അത് ഒഴിവാകാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ആ ദുരിതത്തിൽ നിന്ന് അവർ മോചിതരായി. പക്ഷേ അവരാരും വിശ്വസിച്ചില്ല. അള്ളാഹ് പറയുന്നത്, അവർ അവരുടെ ലക്ഷ്യത്തിലെത്തിയപ്പോൾ അവർ സത്യം ലംഘിച്ചവരായി മാറി എന്നാണ് സൂറത്ത് ആറാഫിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ അള്ളാഹു അടുത്തതാണ് അൽ ജറാദ, വെട്ടുകിളി ശല്യം. തൂഫാൻ കൊണ്ട്, പ്രളയം കൊണ്ട് നശിച്ചു പോയത് ബാക്കി വല്ല തുരുത്തിലും അവശേഷിക്കുന്നെങ്കിൽ വെട്ടുകിളികൾ ഒന്നാകെ വന്നിട്ട് കൃഷി ഒന്നാകെ നശിപ്പിച്ചാണ്ട് പോയി. വെട്ടുകിളി എന്ന് പറഞ്ഞാൽ ഹറമിലൊക്കെ ഇങ്ങനെ പാറുന്ന ജീവിയുണ്ടല്ലോ, അതാണ് ജറാദ്. അത് ഒന്നടങ്കം വന്നിട്ട് ഒരു ബറ്റാലിയൻ ഒന്നായിട്ട് പറന്നിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അവർ വീണ്ടും മൂസ നബിയോട് പറഞ്ഞു, ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്തായാലും വിശ്വസിക്കും. നമ്മൾ ഈ കുട്ടികളൊക്കെ പറയുന്ന പോലെ അതിൽ നിന്ന് മുക്തരായി എന്നാണ്. പിന്നെയാണ്, അല്ലാതെ ഇത് ഒന്നായിട്ട് വന്നതല്ല, ഓരോന്നോരോന്നായിട്ടാണ് വന്നത് എന്നാണ്. വൽ കുമ്മല, പേനാണ്, അതല്ല പ്രാണികളാണ്. രണ്ട് തഫ്സീറുകളാണുള്ളത്. രണ്ടും പ്രാണി തന്നെയാണ്, പ്രാണിയിൽ ഇതൊക്കെ പെടും. അപ്പോൾ പ്രാണി കൊണ്ട് മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ എന്നൊക്കെ അക്കാലത്ത് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. സോപ്പ് കുമിള കൊണ്ട് കഴുകിയാൽ തീരുന്ന വൈറസിനെ പേടിച്ച് ലോകം അടച്ചിട്ടവരാ നമ്മൾ. സോപ്പ് കൊണ്ട് ഇങ്ങനെ കഴുകിയാൽ തീരുന്ന വൈറസിനെ പേടിച്ചിട്ടാണ് വിമാനം പറത്തൽ വരെ നിർത്തിയിട്ട് റോട്ടിൽ ഇറങ്ങിയവനെയൊക്കെ ഇങ്ങനെ ഓരോരോ ജഡ്ജിമാരിറങ്ങിയിട്ട് ആട്ടിപ്പിടിച്ചിന്ന്. അപ്പോൾ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. പ്രാണികളെ കൊണ്ട് മനുഷ്യൻ പൊറുതി മുട്ടിയെന്ന് പറയുമ്പോൾ, ജീവിതം ദുസ്സഹമായി തീർന്നു എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്നർത്ഥം. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോഴൊക്കെ അവർ മൂസ നബിയുടെ അടുത്ത് വന്നിട്ട് പറയും, ഇതിൽ നിന്നും കൂടി രക്ഷപ്പെടുത്തി തരാൻ പ്രാർത്ഥിക്കുക. പിന്നെയാണ് വല്ലഫാദിയ, തവളകൾ, ആകെ തവളമയം. കറിയിലും കിടക്കുന്നിടത്തൊക്കെ ആ കൊഴുകൊഴുപ്പുള്ള തവള ഇങ്ങനെ എടുത്ത് ചാടുമ്പോഴൊരു അവസ്ഥ ആലോചിച്ച് നോക്കി നിങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ വദ്ദമ, എന്ത് ഈ പീഡനം അനുഭവിക്കുന്ന ആളുകൾ, ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ എല്ലാവരും. അപ്പോൾ അതുകൊണ്ടാണല്ലോ അവർ പിന്നെ കരാർ ലംഘിച്ചു എന്ന് ഖുർആൻ പറയുന്നത്. ലനുഅ്മിനന്ന ലക, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയും ചെയ്യും, ബനി ഇസ്രായേലിനെ നിൻ്റെ കൂടെ പറഞ്ഞയച്ചു തരികയും ചെയ്യുന്ന അവർ പറഞ്ഞിരുന്നു. അത് ഖുർആൻ ഉദ്ധരിക്കുന്നതാണ്. ബനി ഇസ്രായേലിയരെ നിങ്ങളുടെ കൂടെ പറഞ്ഞയച്ചു. ആരെയാണ് മോചിപ്പിക്കാൻ മൂസാ നബി വന്നത്? അവരെ നിങ്ങളോടൊപ്പം പറഞ്ഞയച്ചു തരൂ. മൂസാ നബിക്ക് അതല്ല വേണ്ടത്, നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യും. അപ്പം മൂസാ നബിയുടെ എതിരാളികളാണ് പറയുന്നത്, ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കും, നിങ്ങളുടെ ആദർശം ഞങ്ങൾ അംഗീകരിക്കും,
നിങ്ങളുടെ മുഖ്യ ദൗത്യം ഞങ്ങൾ വിജയിപ്പിച്ച് തരികയും ചെയ്യും. എന്നിട്ടാണ് ഖുർആൻ പറഞ്ഞത് അവർ എന്ത് ചെയ്തു? ആ ശപഥം ലംഘിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞു. എന്തിനാണ് ചെയ്തത്? ദൈവമാണ്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ടപ്പോൾ ജാപ്പാനിലെ ഭരണാധികാരികൾ ദൈവമാണ് എന്ന് ബുദ്ധിസ്റ്റുകൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ടപ്പോൾ അല്ല എന്ന് അവർക്ക് മനസ്സിലായി. കാരണം ദൈവത്തിന് തടയാൻ കഴിഞ്ഞില്ലല്ലോ. സത്യസായി ബാബയ്ക്കെതിരെ അംഗരക്ഷകർ ബോംബ് അത് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ പിറ്റേന്നിറങ്ങിയ മാതൃഭൂമി പത്രം എഴുതിയ ദൈവത്തിനെതിരെ വധശ്രമെന്ന. അതൊക്കെ നാട്ടിൽ നടക്കുന്ന സംഗതികളാണ്. ആളുകൾക്ക് അള്ള വളരെ ഇപ്പോൾ ആര്യന്മാരാണ് ആദ്യ സമൂഹം എന്നാണല്ലോ ചരിത്ര ഗവേഷകന്മാർ എത്തിപ്പെടുന്നത്. കാരണം അത്ര ആചാരബാഹുക്കളായ മനുഷ്യന്മാർ. ഖുർആൻ പറഞ്ഞത് ഈത്തപ്പനമരം കടപഴുകി വീണ പോലെയായിരുന്നു കാറ്റിൽ മരിച്ച് മരവിച്ച് കിടക്കുന്ന മനുഷ്യരുടെ അവസ്ഥ. അത്രയും വലിയ മനുഷ്യന്മാരായിരുന്നു ആ മനുഷ്യന്മാർ. അത്രയും ആചാരബാഹുക്കളായ മനുഷ്യന്മാരല്ല ചെറിയ കാറ്റ് കൊണ്ടാണ് നശിപ്പിച്ചത്. ആദ്യം കാറ്റൊക്കെ വരുമ്പോണ്ടല്ലേ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് അതിങ്ങനെ ആസ്വദിക്കും, നല്ല തണുത്ത കാറ്റിങ്ങനെ. പിന്നെ ആ കാറ്റിന് ശക്തി കൂടി കൂടി ഇങ്ങനെ വന്നിട്ട് മരവിച്ചിട്ട് കടപഴുകി വീണ പോലെ മനുഷ്യൻ മരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ വലിയ ശക്തന്മാരാണ്, പാറ തുരന്ന് ജീവിക്കാൻ ശേഷിയുള്ളവരാണെന്ന് പറഞ്ഞ മനുഷ്യന്മാരെ നിസാരമായ കാറ്റുകൊണ്ടല്ല പരീക്ഷിക്കുക ഖുർആൻ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒന്നും അല്ല, അതിന് മാത്രമൊന്നുമില്ല. കാരണം ഒമാ ഊത്തീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല എന്ന് മനുഷ്യനെക്കുറിച്ച് വിലയിരുത്തിയപ്പോൾ ഒന്ന് അല്ല പറയുന്നുണ്ട്. പിന്നൊന്ന് സൂറത്ത് നിസായിൽ പറയുന്നത് മനുഷ്യനെ ദുർബലനായിട്ടാണ് പടച്ചിട്ടുള്ളത് എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഫിർഔനിന് ഈ ഒരു ഗതി വരുന്നു എന്ന് മാത്രമല്ല, വല്ലാത്ത ധാർഷ്ട്യവും ധിക്കാരവും വർദ്ധിച്ചപ്പോൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. റബ്ബന ഇന്നക ആതൈത ഫിർഔന, ഫിർഔനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്കും നീ നൽകി എന്ത്? സീനത്തൻ വ അംവാലൻ, പ്രൗഢിയും നൽകി, അലങ്കാരവും നൽകി, സമ്പത്തൊക്കെ നൽകി. എന്നിട്ട് മൂസാ നബി പറയുന്നുണ്ട്, റബ്ബേ ഈ നൽകിയത് കൊണ്ടൊക്കെ എന്താ ഇപ്പം ചെയ്യുന്നത്? ലിയുളില്ലു അൻ സബീലിക്, നിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയാനാണ് ഇപ്പോൾ ഫിറൗൻ ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പണവും സ്വാധീനവും ഉപയോഗിക്കുന്നത് നിൻ്റെ മാർഗത്തിലേക്ക് ഏതെങ്കിലും സാധുക്കൾ വരുന്നെങ്കിൽ അവരെ തടയുകയാണ്. അതുകൊണ്ട് റബ്ബന ഇത്മിസ് അല അംവാലിഹി, അവിടെ ആ സമ്പത്തിൻ്റെ സ്രോതസ് നീ തുടച്ച് നീക്കണം. ഇത് യൂനുസിലാണ് 80-ാമത്തെ വചനം. നീ ആ സമ്പത്തൻ തുടച്ച് നീക്കണം. അങ്ങനെ വന്നപ്പോഴാണ് പിന്നെ അള്ളാഹു സൂചിപ്പിക്കുന്നത് എന്ത്? വലക്കത് അഹദ്ന ആല ഫിർഔന ബിസ്സിനീൻ, ഫിർഔനെ നമ്മൾ വരൾച്ച കൊണ്ട് പരീക്ഷിച്ചു. വനഖസിം മിന സമറാത്ത്, പഴവർഗ്ഗങ്ങളുടെ കുറവ് കൊണ്ടും പരീക്ഷിച്ചു. ലഅല്ലഹും യദ്ദക്കറൂൻ, ആറാഫ് 130. അപ്പോൾ അവിടെ നൈലിൻ്റെ ഒഴുക്ക് തടഞ്ഞുകൊണ്ടോ പ്ലാസ്റ്റിക് ഉണ്ടായതുകൊണ്ടോ അല്ല ഈ പരീക്ഷണം വന്നത്. അള്ളാഹു പറയുന്നത് ഇത് അള്ളാഹുവിൻ്റെ ദൂതൻ കൈയുയർത്തിയാണ്ട് പ്രാർത്ഥിച്ചു. അപ്പം അങ്ങനെ ശിക്ഷകൾ വരാം എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ ഞാൻ വേണമെങ്കിൽ ആയത്തൊന്നുകൂടി ഓതാം. വലമ്മാ വഖ അലൈഹിമുർ റിജ്സു ഖാലു യാ മൂസ ഉദു ലനാ റബ്ബക ബിമാ അഹ്ദ ഇൻദക് ലഇൻ കശഫ്ത അന്ന അർരിജ്സ, ലഇൻ കശഫ്ത അന്ന അർരിജ്സ, ഈ മ്ലേച്ഛതയിൽ നിന്ന് ഞങ്ങളൊന്ന് ഒഴിവാക്കി തന്നാൽ ലനുഅ്മിനന്ന ലക്, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുക തന്നെ ചെയ്യും. വലനുർസിലന്ന മഅക ബനി ഇസ്രായേൽ, ഇസ്രായേല്യരെ നിങ്ങളോടൊപ്പം പറഞ്ഞയക്കുകയും ചെയ്യും എന്ന് പറയുന്നതാണ് വചനം. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് സബ വിഭാഗത്തിൻ്റെ വിവരണം ഖുർആൻ നൽകുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, ലഖദ് കാന ലി സബഇൻ ഫി മസ്കനിഹിം ആയ, സബ ഗോത്രം നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമാണ്. ജന്നത്താനി അൻ യമീനിൻ വശിമാലിൻ, ഇടതുഭാഗത്തായും വലതുഭാഗത്തായും അവർക്ക് ഓരോ തോട്ടങ്ങളെ അള്ളാഹു നൽകി.
കുലൂ മിൻ റിസ്ഖി റബ്ബിക്കും, റബ്ബ് നൽകിയതിൽ നിങ്ങൾ ഭക്ഷിക്കുക. വസ്കുറു ലഹു, അവന് ശുക്രും കാണിക്കുക. എന്നിട്ട് അള്ളാഹ് പറഞ്ഞൊരു വാക്ക് ബൽദത്തുൻ ത്വയ്യിബ വറബ്ബുൻ ഗഫൂർ, നല്ലൊരു നാട്, പൊറുക്കുന്നൊരു നാഥനും. അങ്ങനെ ഐശ്വര്യത്തോടെ അവർ ജീവിച്ചു പോവാണ്. രണ്ട് ഭാഗത്തും സമൃദ്ധമായി ഫലവർഗ്ഗങ്ങളെ കൊണ്ട് സമ്പന്നമായ രണ്ട് തോട്ടങ്ങളിലൂടെ സുഭിക്ഷമായി ജീവിതം നയിക്കുന്ന സബഅ് വിഭാഗം. കാലങ്ങൾ കുറേ കഴിയുമ്പോൾ വരുന്ന തലമുറകൾ അവർക്ക് ഇതുണ്ടാക്കിയതും ഇത് വളർന്നു വന്നതും ഒന്നും അറിയാത്തൊരവസ്ഥകൾ വരുമല്ലോ. അത് ഏതൊരു കാലത്തും വരും. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ഹിജറ 18-ാമത്തെ കൊല്ലം ഉമറുല്ലാഹു രാജ്യം ഭരിക്കുമ്പോൾ വലിയ വരൾച്ച ഉണ്ടായി. ആ വരൾച്ചയുടെ ഒരു ഹേതു, കാരണങ്ങൾ പലതും ഉണ്ടാവും. അതായത് ഒരു യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന സ്വത്ത് യുദ്ധത്തിലെ പങ്കാളികൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ചെറുപ്പക്കാർക്കൊക്കെ തോന്നി ഈ കൃഷി ചെയ്തിട്ടൊന്നും ഒക്കൂല, മാസത്തിലൊരു യുദ്ധം കിട്ടി അതാ നല്ലത്. കാരണം പിന്നെയുള്ള യുദ്ധം മുസ്ലിങ്ങൾ നല്ല സംഘശേഷിയായി ശക്തിയായി രാജ്യമായൊക്കെ ആയപ്പോൾ മുസ്ലിങ്ങൾ വിജയിക്കാൻ തുടങ്ങി. അപ്പോൾ മാസത്തിലോ 2 മാസം കൂടുമ്പോൾ ഒരു യുദ്ധം കിട്ടിയാൽ ആ യുദ്ധത്തിൽ വിജയിച്ച് ഈ കൃഷി ചെയ്തിട്ട് നമ്മളിപ്പോൾ പറയാം അതിനെ എങ്ങനെ ഒക്കുക, അതിനേക്കാൾ നല്ല 1 കിലോ തക്കാളി വാങ്ങലാണെന്നാണല്ലോ നമ്മളൊക്കെ ഇപ്പോഴത്തെ വെപ്പ്. അപ്പോൾ ആ ഒരു ചിന്ത മുസ്ലിം ചെറുപ്പക്കാരിലേക്ക് വന്നു, കൃഷി ചെയ്തിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ കൃഷിയിൽ താല്പര്യം കുറഞ്ഞ് അങ്ങനെ ആരും ശ്രദ്ധിക്കാതായപ്പോൾ പിന്നെ ആ നാട്ടിൽ കൊടുമ്പിരി കൊണ്ട സാമ്പത്തിക മാന്ദ്യമുണ്ടായി. ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഇനി നാട്ടിൽ എല്ലാവർക്കും നെയ്യും നല്ല ഭക്ഷണം കിട്ടുമ്പോഴേ ഞാനും ആ ഭക്ഷണം കഴിക്കുള്ളൂ. ഭരണാധികാരികൾക്ക് കിട്ടാൻ വകുപ്പില്ലാത്തതുകൊണ്ടല്ല. പക്ഷേ ഉമർ റളിയല്ലാഹു പിന്നെ എടുത്ത തീരുമാനം യുദ്ധാനന്തര സമ്പത്ത് ബൈത്തുൽ മാലിലേക്ക് ലയിപ്പിക്കുക, ആർക്കും കൊടുക്കൂല എന്നാണ്. ബൈത്തുൽ മാലിൽ നിന്ന് ആർക്കെങ്കിലും അവകാശപ്പെട്ടവർക്ക് കൊടുക്കും. യുദ്ധാനന്തരം കിട്ടുന്ന അനീമ്പത്ത് സ്വത്ത് ബൈത്തുൽ മാലിലേക്കാണ് ചേർക്കുന്നാറ്. അപ്പോൾ എല്ലാവരും പിന്നെ ഒഴിവുള്ള സമയത്തൊക്കെ ഒത്തിമാന്തി കൃഷി ചെയ്യാൻ തുടങ്ങി. കാരണം യുദ്ധത്തിന് പോലെ നിർബന്ധാവസ്ഥയായി കൃഷി ചെയ്തെങ്കിലേ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെ അതാണ് ചില പ്രവണതകളൊക്കെ നമ്മുടെ കരങ്ങളെ കൊണ്ട് ഭൂമിയിലുണ്ടാവും. ചിലത് അള്ളാഹു നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി തരും, ചിലത് അള്ളാഹു അദാബായിട്ട് തരും, ചിലത് പാഠം ഉൾക്കൊണ്ട് നമ്മളിൽ വല്ല വീഴ്ചകൾ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധനയ്ക്ക് വേണ്ടി തരും. ഇപ്പോഴുള്ളൊരു പ്രശ്നം എന്താ നിങ്ങൾ, ഇപ്പം എന്തൊരു പ്രശ്നം വന്നാലും ശാസ്ത്രീയമായി മാത്രമേ ആളുകൾ ചിന്തിക്കുള്ളൂ. ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ഈ ദുരന്തമുണ്ടായ പ്രദേശത്തെക്കുറിച്ച് പഠനം നടത്തിയ ആളുകൾ ഇപ്പോൾ ജിയോളജി വകുപ്പൊക്കെ പുറത്തു വിടുന്നത് അവിടെ അങ്ങനെ ഒരു ദുരന്തബാധിത പ്രദേശമായിരുന്നില്ല, അത്ര ലോലപ്രദേശമായിരുന്നില്ല കണക്കിൽ നാം എന്നങ്ങനെ ഭയപ്പെടേണ്ട ആശങ്കയുള്ള സ്ഥലമായിരുന്നില്ല. പിന്നെ എങ്ങനെ പൊട്ടി എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ ഇതിനോടൊപ്പം ഈ ശാസ്ത്രത്തിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, ആത്മീയമായി വല്ല കാരണങ്ങളുണ്ട് ഏതൊന്നിൽ തന്നെ. ഇപ്പോൾ ഉദാഹരണം പറയും, ഞാനും ഒരു സുഹൃത്തും കൂടി കച്ചവടം തുടങ്ങി, ഇൻവെസ്റ്റൊക്കെ ഒരേ രൂപത്തിൽ. പക്ഷേ ഓൻ്റെ കച്ചവടം നല്ല അഭിവൃദ്ധിപ്പെട്ടിപ്പോയി. എൻ്റെ ഇങ്ങനെ പൂട്ടണോ പൂട്ടണ്ടേ ഇതിങ്ങനെ നിന്ന് അവസാനം അവന് തോന്നി പൂട്ടലാ ലാഭം. ഇപ്പം ചിലതൊക്കെ ഓടാതിരിക്കലാണല്ലോ ലാഭം. ഒരു ആഴ്ച ഓടാതിരുന്നാൽ ഗവൺമെൻറ് ലാഭമാണ്, ഓടിയാലാണ് നഷ്ടം. അപ്പോൾ അതുപോലെയൊക്കെ ചിലതുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കണക്കൂട്ടി അപ്പോൾ അവൻ എന്തിപ്പോൾ എനിക്കിങ്ങനെ നഷ്ടം വരാൻ കാരണം, കഴിഞ്ഞ വർഷത്തെ സക്കാത്ത് ഞാൻ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അള്ളാഹ് എന്നെ പരീക്ഷിക്കുകയാണോ? ഇതൊക്കെ പാടുണ്ടാവും, ഇനിയിപ്പോൾ സക്കാത്തും കൂടി കൊടുക്കാഞ്ഞിട്ടാന്ന് എഴുതിയിട്ട് കൊടുക്കാമെന്നാണ്. അപ്പോൾ അങ്ങനെ അവനെക്കുറിച്ച് അള്ളാഹ് എന്നെ അങ്ങനെയാണോ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് അള്ളാഹ് പിടിക്കുമോ, അതൊരു പരീക്ഷണമായിട്ട് എന്നെ ബാധിക്കുമോ എന്ന് വിശ്വാസികൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ സബഅ് ഗോത്രം വളരെ സുഭിക്ഷമായി ജീവിക്കാൻ, ആ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫഅറളു, പിന്നെ ഇങ്ങനെ ആളുകൾ ദൈവവിശ്വാസത്തിൽ നിന്നും അത്തരമുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ഇങ്ങനെ പിന്നിങ്ങനെ വരും. അങ്ങനെ പിന്നോട്ട് പോയപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു, ഫഅർസൽനാ അലൈഹിം സൈലൽ ആരിമി, അണക്കെട്ട് പൊട്ടിയിട്ട് ഒന്നായിട്ട് പ്രളയം കൊണ്ടുവന്നു അവർക്ക്.
ആ തോട്ടം കൊണ്ട് സമ്പന്നരായി സുഖിച്ച് ജീവിച്ച ആളുകളുടെ ഒരണക്കെട്ടിൽ നിന്ന് ജലസേചനം നടത്തിയിട്ടാണ് തോട്ടം സമൃദ്ധമായി നിൽക്കുന്നത്. അണയങ്ങട്ട് പൊട്ടി. എന്നിട്ടോ ബദ്ദൽനാഹും ബി ജന്നത്തൈഹിം ജന്നത്തൈനി ദവാത്ത ഉഖ്ലിൻ ഹംതിൻ. സബ് 16-ാമത്തെ വചനം. അങ്ങനെ പിന്നെ ആ തോട്ടങ്ങൾ ഒന്നായിട്ട് ഒറ്റയടിക്കാൻ നാമാവശേഷമായിട്ട് കുറേ പുളിച്ച് ചമർപ്പുള്ള വാഗമരത്തും കുറച്ച് എലന്ത മരമൊക്കെ ആയിട്ട് അവരിൽ പിന്നെ ഒന്നാണ് മുളക്കാത്ത അവസ്ഥ വന്നു. അത്തരം 2 തോട്ടങ്ങൾ അവർക്ക് പകരം നൽകി. എന്നിട്ട് അള്ളാഹ് പറയുന്നുണ്ട്, ദാലിക ജസൈനാഹും ബിമാ കഫറു വഹൽ നുജാസി ഇല്ലൽ കഫൂർ. നന്ദികേട് കാണിക്കുന്നവർക്ക് ഇങ്ങനെയല്ലാതെ നമ്മൾ പ്രതിഫലം കൊടുക്കുമോ എന്നൊരു ചോദ്യവും ചോദിക്കുന്നുണ്ട്. സൂറത്ത് ഖലമിൽ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവുമല്ലേ? സൂറത്ത് ഖലമിൽ വാപ്പ ധർമ്മിഷ്ഠനായ പിതാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ആ പറമ്പൊക്കെ മക്കൾ വിഹിതം വെച്ച് അവരെ ഓഹരി വെച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു പോക്കറ്റിലേക്ക് വന്നിരുന്ന് പല പോക്കറ്റിലേക്കാണ് ഇനി പോവുക. അപ്പോൾ എല്ലാവർക്കും അത്ര കിട്ടൂല. അപ്പോൾ വാപ്പ പഴങ്ങളൊക്കെ ശേഖരിച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള തോട്ടത്തിൻ്റെ അടുത്തുള്ള പാവങ്ങൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കും. അപ്പോൾ മക്കൾ തീരുമാനിച്ചു അങ്ങനെയൊന്നും ഇനി ഇപ്പോൾ കൊടുക്കാൻ കഴിയൂല, വാപ്പാക്കുള്ള അത്ര നമുക്കില്ലല്ലോ. അതുകൊണ്ട് അവർ രാത്രിയിൽ പോയി പഴവർഗ്ഗങ്ങൾ ശേഖരിക്കാൻ തീരുമാനിച്ചു. വഹും യതഹാഫത്തൂൻ. ശബ്ദം ഉണ്ടാക്കാതെ പതുങ്ങിപ്പോയിട്ട് അവരതിലെ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കാൻ പോകുന്ന രംഗം ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ മനസ്സെന്താണ്? കഠിന മനസ്സാണ്. ഉള്ളതിൽ നിന്ന് കൊടുക്കുക. വാപ്പ കൊടുത്തതല്ലേ, എന്തെങ്കിലുമൊക്കെ ലേശം കൊടുക്കുക. ഓരോടും പറയാലോ വാപ്പ തന്നായി തരാനൊന്നും ഞങ്ങൾക്ക് കഴിയില്ല കേട്ടോ, കാരണം അന്ന് വാപ്പ മാത്രം നോക്കിയാൽ മതിയേനി. ഇപ്പം ഞങ്ങളെ പല വീട്ടിൽ പെങ്ങന്മാർക്ക് അങ്ങോട്ട് പോകണം, ഇവർക്ക് ഇങ്ങോട്ട് പോകണം, ഇതൊക്കെ പോകണം, അതുകൊണ്ട് കുറേശ്ശൊക്കെ തരാം, നിങ്ങൾ പൊരുത്തപ്പെടിട്ടോ എന്ന് പറയുന്നതിന് പകരം കൊടുക്കൂല എന്നുള്ള മനസ്സാണ്. അത് അവർ ചെന്നപ്പോൾ തോട്ടം മാറിപ്പോയി എന്ന് അവർക്ക് തോന്നിയില്ലേ? ഭസ്മമായി കരിഞ്ഞു പോയിട്ട് ഖുർആൻ അത് ഉദാഹരണം പറയുന്നുണ്ടല്ലോ. അപ്പോൾ പരീക്ഷണങ്ങൾ ശിക്ഷയായിട്ട് വരും. അതോടൊപ്പം നമ്മുടെ ഈമാനിനെ പരീക്ഷിക്കാൻ വേണ്ടി വരും. അതോടൊപ്പം നമ്മളിൽ കൂടുതൽ വിശ്വാസം കരുത്താർജിക്കാൻ വേണ്ടി വരും. ഏത് രൂപത്തിലാണിത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിൻ്റെ മാപിനി നമ്മുടെ അടുത്തില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇറാനിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ഇവിടെ ചില ആളുകൾ പറഞ്ഞത് ഷിയാക്കളായതുകൊണ്ടാണ്. അപ്പോൾ സൗദി അറേബ്യയിലെ കല്യാണം തീ പിടിച്ചതോ? അങ്ങനെ വിധി എഴുതാൻ നമുക്ക് ഇനി അത് മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഈ നാട്ടിലുള്ള അധാർമികതയ്ക്കുള്ളൊരു ശിക്ഷയായിട്ട് ഈ ഉറങ്ങിക്കിടക്കുന്ന പാവങ്ങളെ ഇതാക്കിയിട്ട് എന്താ കാര്യം? അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കണമല്ലോ. അപ്പോൾ ഇത് നമ്മൾക്ക് ജീവിച്ചിരിക്കുന്ന ആളുകൾക്കാണ് പാഠം. ഏതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ ശരിക്ക് നമ്മൾ പറയേണ്ടത് എന്താ? അള്ളാഹ്ക്ക് പുറത്തു കൊടുക്കട്ടെ എന്നാണല്ലോ. അയാളെ പാപങ്ങളൊക്കെ പുറത്ത് അയാൾക്ക് അള്ളാഹ് സ്വർഗം നൽകട്ടെ എന്ന്. പക്ഷേ നമ്മൾ പറയുന്നത് എന്താ? ഇന്നാ ലില്ലാഹി വ ഇന്നാ. അതൊരു പ്രസ്താവനയല്ലേ? മരിച്ച ആളുമായിട്ട് അതിനെന്താ ബന്ധം? ഇന്നാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അറബികളൊക്കെ അള്ളാഹു ഇർഹം എന്ന് പറയും, അള്ളാഹ്ക്ക് റഹ്മത്ത് ചെയ്യുമാറാകട്ടെ. എന്നിട്ടാണ് ഇന്നാലി അല്ലെങ്കിൽ ഇന്നാലായി പറഞ്ഞിട്ട് അള്ളാഹു ഇർഹം എന്ന് പറയും. രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഗൾഫിലൊക്കെ ഉള്ള ആളിനേക്കാൾ പരിചയമുള്ള ആളുകൾക്ക് അതറിയാം. അപ്പോൾ നമ്മൾ ആകെ പറയുന്നതാ ഇന്നാലില്ലാഹി വൈന, അള്ളാഹുവിലേക്കാണ് നമ്മളും പോകാനുള്ളത് എന്ന് നമ്മളാണ് പറയും. അതെന്താ അങ്ങനെ പറയുന്നത്? കാരണം നമ്മുടെ ഈമാനിനെ നമ്മൾ ശക്തിപ്പെടുത്തുകയാണ്. മരണം എന്നൊരു പ്രതിഭാസം നമുക്കുണ്ട്. അയാൾ മരിച്ചുപോയി. ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഇപ്പോൾ കുറേ മാറ്റം വന്നിട്ടോ. ഞാൻ സൗദി അറേബ്യയിൽ പോയപ്പോൾ ആദ്യം എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഗതി, ഒരാളുടെ വാപ്പ മരിച്ചു, ഒരറബി. മക്കൾ തൽക്കുമ്പുറത്ത് നിന്ന് ഷെയ്ബ ഖലാസ്, മരിച്ച വിവരം അറിയിക്കുക മക്കൾ. ഷെയ്ബ ഖലാസ്, വയസ്സം പോയി എന്നർത്ഥം. ഓൽക്കതാ, കാരണം അള്ളാൻ്റെ ഖദർ കലായിൽ വിശ്വസിച്ച നമ്മളപ്പോൾ അങ്ങനെ ഫോൺ ചെയ്താൽ തന്നെ ആൾക്കാർ ഇതെത്താ ഓന്
ബാപ്പയാണ് ആ മരിച്ച് കിടക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ പോയിട്ടോ, അങ്ങനെയാണല്ലോ പറയുക. അതെന്താ വെച്ചാൽ ഖദർ ഖലാലുള്ള വിശ്വാസമാണ്. ബാപ്പനല്ല തിരിച്ചു വിളിച്ചു. ഇപ്പം നമ്മളെന്താ പ്രശ്നം? അപ്പോൾ അതുപോലെ ഇവിടെ ജീവിച്ചിരിക്കുന്ന നമുക്കാണ് പരീക്ഷണങ്ങളൊക്കെ.